21ാമത്തെ വയസ്സിലാണ് അമ്മ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം ഐ ഗസ് ഒരു 22-24 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇതായിരിക്കാം എനിക്കിഷ്ടപ്പെടുന്ന ഒരു മേഖല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ടേക്ക് തിരിയാമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. 24ാമത്തെ വയസ്സിലാണ് അപ്പോൾ സിനിമയിലേക്കല്ല, ഇതിന് ശ്രമങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയം. ബൈ ദ ടൈം അമ്മ ഇല്ല. അപ്പോൾ ഞാനിതിനു മുമ്പ് അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. ഡിഫറെൻറ്റ് ഒരു സ്ട്രിക്റ്റ് അമ്മയായിരുന്നു ആക്ച്വലി. പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ ഒരിക്കൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് തോന്നുന്നു നാടകത്തിന് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ട് ഞാൻ ട്രോഫി കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്നു. യൂഷ്വൽ കൊള്ളാം അവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. അപ്പോൾ ഞാനിങ്ങനെ വലിയ മതിപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പം നമ്മുടെ സ്റ്റെപ്പിൽ ഫുള്ള് ചെരുപ്പുകൾ കാണാം. അപ്പോഴേ നമുക്ക് മറ്റേതുണ്ടല്ലോ, ബന്ധുക്കളാണെങ്കിൽ അടുക്കള വഴിയോടെ എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണോ ആരേതാ മനസ്സിലാകുന്നത്. ഞാൻ നോക്കുമ്പോൾ ആക്ച്വലി ഇതുപോലത്തെ ഷെൽഫുകൾ ഉണ്ടാവുമല്ലോ പണ്ടത്തെ വീടുകളിൽ, ഷോക്കേസ് നമ്മൾ പറയും, ഷോയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ വെക്കുന്ന സ്ഥലമാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന ആ ട്രോഫി വലുതായതുകൊണ്ട് ആ ഷെൽഫിൽ ഇരിക്കില്ല. അപ്പോൾ ഒരു ആശാരി വന്നിട്ട് ആ ഷെൽഫ് മുറിക്കുകയാണ് അതിനെ പ്ലേസ് ചെയ്യാൻ തക്ക രീതിയിൽ. അപ്പോൾ ഞാൻ ചെന്ന് കയറിയപ്പോൾ ഞാനിതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് പരിപാടി. അത് ആ ട്രോഫിയോടെ വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്താ ഒന്നുമില്ല. ഇതാണ് ഹെർ വേ ഓഫ് എക്സ്പ്രസ് ചെയ്യത്തില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അമ്മ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അമ്മ പറയാന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിനകത്ത്.